ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ബേക്കൽ കോട്ടയിലാണ്. ഈ ഒരു കോട്ട കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് യുദ്ധത്തിനൊക്കെ വന്നിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു കോട്ടയിൽ കയറുമ്പോൾ ഇതുപോലൊരു എൻട്രൻസ്, ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ കയറണം. ഇത് ശരിക്കും ഈ ഒരു എൻട്രൻസിൻ്റെ ഒരു ഗേറ്റാണ്. ഇതിൻ്റെ അകത്തേക്ക് പിന്നെയും നമുക്ക് ഗേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പണ്ട് പലവരും ക്യാമറയുടെ മുന്നിൽ വരാത്ത പലരും ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കൽ കോട്ടയുടെ മുൻവശം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് 25 രൂപ പേ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലൊരു ശ്രീ മുഖ്യപ്രാണ എന്ന് പറയുന്നൊരു ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ബേക്കൽ കോട്ടയുടെ വഴി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഓക്കെ, ഇന്ന് നമുക്ക് ഇതെല്ലാം ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ നമുക്ക് 25 രൂപയാണ് ടിക്കറ്റിൻ്റെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് 25 രൂപ കൊടുക്കണം. അല്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്യേണ്ടവർക്ക് വേണ്ട, പൈസ കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓഫീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. 25 രൂപയൊക്കെ ഓരോ ആൾക്കാർക്ക് പേ ചെയ്ത് നമ്മൾ അകത്തേക്കുള്ള ഗേറ്റിലോട്ട് കയറുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേക്കൽ കോട്ടയുടെ അകത്തേക്കുള്ള കയറാനുള്ള റിയൽ ഗേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി. അതുപോലെ തന്നെ ഇതൊരു പാർക്കിൻ്റെ ഒരു ഫീലിംഗ് ആണ് കംപ്ലീറ്റ് വന്നിട്ട്. ഒരുപാട് നമുക്ക് നടക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്രയ്ക്കൊന്നും എടുത്തിരുന്നില്ല. ഒത്തിരി നമുക്ക് നമ്മൾ ആവുന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ നടക്കാനും കാണാനും ഒക്കെ ആയിട്ട്. ആക്ച്വലി ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഒത്തിരി ഇഷ്ടമാകും. ഓക്കെ, ഇതുപോലെ കുറേ പൂവും ചെടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല ഡിസൈനിലാട്ടോ ഇവർ ചെയ്തെടുത്തിട്ടുള്ളത്. ലെയറായിട്ട് ഇവർ കട്ടൊക്കെ ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുത്തേക്കുവാണ് ഈ ചെടികളൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വഴിയുണ്ട്. ഈ വഴി കൂടെയൊക്കെ നടന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഇനിയും സ്ഥലങ്ങൾ, ഉള്ളിലോട്ടൊക്കെ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്തായിരുന്നു. വീഡിയോയിൽ കിട്ടിയോ എന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഇതുപോലെ ആ ഒരു കാണുന്ന ഒരു കുന്നുപോലെ ആ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു കയറിയിട്ട് ഉള്ളൊരു സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നിന്നാൽ നമുക്ക് കടലും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടും, കാണാനായിട്ട് സാധിക്കും കേട്ടോ. നല്ലൊരു ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് നടന്ന് ഒരു സ്ഥലത്തേക്ക് ചെല്ലാനുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിരുന്ന ഇതുപോലെ ഈ ഗോപുരം പോലെയൊക്കെ പണിതിട്ടേക്കുന്ന ആ ഒരു ഹൈറ്റുള്ള കാര്യങ്ങൾ, അത് നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അവിടത്തേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അപ്പോൾ അത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നല്ലൊരു ഹൈറ്റിൽ ഇതുപോലെ ഈ ഒരു കയറ്റം കയറാനായിട്ടുണ്ട്. ഓക്കെ, നല്ല പാടാട്ടോ കയറ്റം കയറാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറ്റമൊക്കെ കയറി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല വ്യൂ ഉള്ളൊരു കാര്യമാണ്. ഇതിലേക്കൂടെ നോക്കിയാൽ നമുക്ക് ശരിക്കും ലോകം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ നല്ലൊരു വ്യൂ ആട്ടോ. കണ്ടില്ലേ, അപ്പുറത്താണേലും കടലാണ്. അങ്ങേയറ്റം നോക്കി നമുക്ക് കടൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാനെടുത്ത വീഡിയോയ്ക്കകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ആ ഒരു അറ്റം മൊത്തം കടലാണ്. ഇത് നല്ല വ്യൂ ആണെന്ന് നോക്കി. അപ്പം ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മേളിൽ കയറിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ല വ്യൂ ഉള്ളൊരു ഏരിയ ആണിത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് സ്റ്റേഴ്സൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലൊരു വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്ക് പോകണം. ഇവിടെ നമ്മൾ കടലെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ഏറ്റവും വ്യൂ ഏറിയ ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഈ കടലിലോട്ട് നമ്മൾ ഇറക്കിയല്ല, അപകടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറക്കിയല്ല. ഓക്കെ,
അപ്പം ഇത് നമ്മൾ മൊത്തം നമുക്ക് നടന്ന് താഴേക്ക് ചെല്ലണം. ആ കാണുന്ന വഴികളെല്ലാം തന്നെ നമുക്ക് നടന്ന് അവിടെ ഒരു ഏരിയ ഉണ്ട്, അങ്ങ് അറ്റത്തൊരു ഏരിയ ഉണ്ട്, അത് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ നടന്ന് ചെല്ലുവാണ്. ഒത്തിരി നമുക്ക് നടക്കാനായിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഒത്തിരി ചെടിയും കാര്യങ്ങളൊക്കെ, നമ്മൾ ശരിക്കും സ്വർഗത്തിൻ്റെ ആ ഒരു വാതിലൂടെ പോകുന്ന പോലെയാണ്. അതിൽ രണ്ട് സൈഡും നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു നാട്ടിലാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തെങ്ങ് ഫൈൻഡ് ചെയ്തൊരു നാടാട്ടോ ഇത്. നമ്മുടെ ഇവിടെ കോട്ടയത്തൊന്നും അങ്ങനെ ഇത്രയ്ക്കൊന്നും തെങ്ങില്ല. ഇതുപോലെയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ വ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് സൈഡുകളിൽ, ഒരു സൈഡിൽ നല്ല കുത്തനെ ഇറക്കമാണ്, അതുപോലെ തന്നെ വേറെ സൈഡിൽ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇരുവശങ്ങളും ഉണ്ട് എങ്കിലും ഈ ഒരു സ്ഥലം നിൽക്കുന്ന പൊസിഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മരങ്ങൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ താഴേക്ക് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നപ്പം അധികം വെയിലുണ്ടായിരുന്നില്ല. വെയിൽ കുറച്ച് നമുക്കുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഇറക്കമാണ്, പിന്നെ നമുക്ക് കയറ്റമുണ്ട്, അതുപോലെ രണ്ട് കാര്യങ്ങളും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നടന്ന് അങ്ങേയറ്റം ചെല്ലാനുള്ളതാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കടലിന് ഏറ്റവും അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. അതുപോലെ ഇതിൻ്റെ താഴേക്ക് വഴിയുണ്ട്, വേറെ വഴിയുണ്ട്, ഇതുപോലെ തന്നെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ നടക്കാം. അപ്പം നമ്മളിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും മടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് തണലത്ത് പോയിട്ട് ഇരിക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്, അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗൊക്കെയാണ്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, നമുക്കറിയാം. നമ്മൾ ഇതുവരെ വ്ളോഗും എടുത്തിട്ടില്ല, പക്ഷേ നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എഴുന്നേറ്റ് നമ്മൾ നടക്കാൻ പിന്നെയും തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കക്ക ഇരിക്കുന്ന കാണാം നമുക്ക്. ഈ പാറയുടെ മേളിലൊക്കെ വന്നിട്ട് കക്ക വന്നിട്ടിരിക്കും. അത് ഞാൻ അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല ഒത്തിരി കക്കയൊക്കെ അവിടെ വന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സമയത്ത് മലബാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറേ വ്ളോഗ് എടുത്താണ്, പക്ഷെ അങ്ങനെ നമുക്ക് ഒരുപാടങ്ങ് വലുതായിപ്പോയി. പിന്നെ പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഓർത്തു പിന്നെ ഒരു ബേക്കൽ കോട്ടയുടെ വ്ളോഗ് ഫസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങേയറ്റം നല്ല കടലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പരിധിയായി നടന്ന് പക്ഷെ നമുക്ക് മടുക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ, എങ്ങനെയല്ലേ നമ്മൾ മടുത്തു പോവുക. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാനായിട്ട്, കിലോമീറ്ററുകളോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കക്കയായിരിക്കും നമ്മൾ കാണിച്ചാൽ ആ ഒരു പാറയുടെ ഇടയ്ക്കൊക്കെ ആട്ടോ വന്നിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കാണുമ്പോൾ ഏതാണ്ട് പോലെയാണ്, അതുപോലൊരു കാഴ്ചയാണ്. ഇതിൽ നിറഞ്ഞു കൂടിയിട്ട് നമുക്ക് ഏതാണ്ട് പോലെയാവും കാണുമ്പോൾ തന്നെ. പച്ച കളറിലാട്ടോ ഇരിക്കുന്നത്, പക്ഷേ നമുക്ക് വീഡിയോയിൽ പച്ച കളറാണ്, പക്ഷേ ശരിക്കും വൈറ്റ് കളറിൽ തന്നെയാണ് ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെയും ഒത്തിരി നടക്കാനായിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇവിടം വരെ നടന്നിട്ട് ഏറ്റവും അവസാനമാണ് അറിഞ്ഞത് നമ്മുടെ സ്ഥലം അടച്ചിട്ടേക്കുവാണ്. അപ്പം നമ്മൾ അതേപടി നമ്മൾ തിരിച്ച് നടന്നു, ഒന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ബേക്കൽ കോട്ട. അധികം കാണാനൊന്നുമില്ല, കുറേ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പാർക്ക് പോലെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് താഴ്വാരങ്ങളൊക്കെ ഉണ്ട്.
അവിടെ നമ്മുടെ രാജാക്കന്മാർക്കൊക്കെ ഒളിച്ചിരിക്കാനൊക്കെ പാകത്തിന്. ഓക്കെ, രാജാക്കന്മാരല്ല, യുദ്ധം ചെയ്യുന്നവർ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ബേക്കൽ കോട്ടയുടെ വ്ളോഗെല്ലാം ഇവിടെ തീരാറായി. നമ്മൾ തിരിച്ച് നടക്കുവാണ് വീട്ടിലോട്ട്. നമ്മുടെ ബേക്കൽ കോട്ടയുടെ ഒട്ടുമിക്ക ഭാഗവും നമ്മൾ നടന്നൊക്കെ കണ്ടു. അപ്പോൾ ഒരുപാട് ലോങ് ആയിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ വീഡിയോയിൽ അധികം ഒന്നും കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. നമ്മൾ തിരിച്ച് നമ്മൾ ആ ഒരു ഗേറ്റിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. കണ്ടില്ലേ, ഇത് അപ്പയാട്ടോ ഫ്രണ്ടിൽ പോണത്. അപ്പേനെ കണ്ടില്ലാത്തവർ കണ്ടോ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് കാല് വെച്ചിറങ്ങി. നമ്മൾ തിരിച്ച് നടക്കുവാണ്, കാറിൻ്റെ അടുത്ത് നടക്കുവാണ്. ഇനി നമ്മൾ അടുത്തത് ബീച്ചിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു വ്ളോഗ് നമ്മൾ സെപ്പറേറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ.